ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതട്ടാ. ഇന്നേ ചെമ്മീൻ നന്നാക്കിക്കണമെന്നുണ്ട്. ഞാൻ ഇന്നലെ എനിക്ക് ചെമ്മീനായിരുന്നു. അപ്പൊ പൂവാലൻ ചെമ്മീൻ നന്നാക്കിയിട്ടുണ്ട്. പക്ഷെ ചെമ്മീൻ നന്നാക്കിയിട്ട് അതിന്റെ ഉള്ളിലൊരു ഒന്നുകൂടി ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോ ചെമ്മീൻ നന്നാക്കിയത് കാട്ടിത്തരാം, അതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് കാട്ടിത്തരാം കേട്ടാ. ചെമ്മീൻ നന്നാക്കിയതിന് ശേഷം ഒരു ക്ലീനിങ് കൂടി ഉണ്ട്. അപ്പൊ ആ പ്രോസസ് കൂടി കാട്ടിത്തരാം. അപ്പോ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ചെമ്മീൻ. നന്നാക്കി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്മീൻ ഫുള്ള് ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പൂവാല ചെമ്മീൻ. അപ്പോ ചെമ്മീന്റെ സെൻട്രിയോടെ ഒരു ഞരമ്പ് ഉണ്ട്. ആ ഞരമ്പ് എന്തായാലും വലിക്കണം. അത് എങ്ങനെയാ വലിക്കണ്ടെന്നുള്ളത് കാട്ടിത്തരാൻ പോണേട്ടാ. ഓക്കെ, പിന്നെ സെൻട്രിക്കോട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരഞ്ഞെടുത്താൽ മതിട്ടാ. കണ്ടാ, ചെമ്മീന്റെ സെൻട്രിക്കോട് ഇങ്ങനെ ഒരു വരയാ. വരഞ്ഞു കഴിയുമ്പോ ഒരു ബ്ലാക്ക് ഒരു കണ്ടാ നൂല് കാണാം. ഈ സാധനം എടുത്ത് കളയണം. കണ്ടാ, ഈ സാധനം ഉണ്ടാ ശരിക്ക് എടുത്ത് കാട്ടിത്തരാം. ഈ സാധനം എടുത്ത് കളയണം ചെമ്മീന്റെ. അതിന്റെ എന്താ പറയാ, വേസ്റ്റ് എന്നത് ശരിക്ക് ചിലവർക്ക് അത് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വയറുവേദന എടുക്കുമെന്ന് പറയാം. അപ്പൊ ഈ സാധനം കളഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇതും വെച്ചിട്ട് കഴിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയണേ. അപ്പൊ അല്ലാതും അങ്ങനെ ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. എന്റെ രണ്ട് സൈഡിലുണ്ട്. ഇത് വെറുതെ പഠിച്ചു കൊടുത്താൽ മതി. കാണാല്ലേ, ഇതാണ് സംഭവം. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാ, സൂപ്പറായിട്ട് കട്ട് ചെയ്യാ, സൂപ്പറായിട്ട് കഴിക്കാട്ടോ. അത് നിസ്സാര പണിയുള്ള ചെമ്മീൻ കൊണ്ടിട്ട് വയറുവേന അത് ഇതെന്ന് പറഞ്ഞ ആൾക്കാർക്കുള്ള ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇപ്പൊ കാട്ടിയിരുന്നത്. സിമ്പിളായിട്ടാണ്. ഒറ്റ വലിച്ച സാധനം പോലും ചെമ്മീന്റെ ഞരമ്പ് എന്ന് പറയുന്നതിന് ഞരമ്പ്. അപ്പൊ എല്ലാവരും ചെമ്മീൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അത് നന്നാക്കിയതാണ് കേട്ടോ ചെമ്മീൻ. അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്താണ്. ചെമ്മീൻ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് കറി വെക്കാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. ചെമ്മീൻ ഇന്ന് എന്ത് ചെയ്യാൻ പോണ? ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പോണ. റോസ്റ്റാ? അവളൊന്നും പറയണില്ല. റോസ്റ്റാണോ കറിയാണോ എന്നുള്ളത് വെക്കുമ്പോ ആണ്. ഇതുവരെ തീരുമാനമൊന്നായിട്ടില്ല. ചെമ്മീന്റെ കറിയാണോ റോസ്റ്റ് ആണോ എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് നേരത്തെ നന്നാക്കി കഴിയുമ്പോ ഞാൻ പറയാം. നോക്കി കുഞ്ഞാക്കിയവന അടുപ്പ് എണ്ണാണ് ചോക്കിന്ന് ഞങ്ങള് ബേക്കില് മാമുണ്ണാനായിട്ട് അയച്ചു കെട്ടിണ്ട് കേട്ടാ. ചോക്കി ചെക്കനാ, ചോക്കി ചെക്ക നോക്കിയാ കടിക്കാൻ മതി. നോക്കി വാടാ. നോക്കിയേ, ഞാൻ അവിടെ നോക്കിക്കണ. അപ്പോ നമ്മുടെ ചെമ്മീൻ അങ്ങനെ അടുപ്പത്തേക്ക് കയറ്റിട്ടാ. അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് പാക്ക് ചെയ്തിട്ട് അവനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷം ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ചെമ്മീൻ അങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ചെമ്മീൻ അങ്ങനെ തള വന്നു. ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കണം.
കുഴപ്പമില്ല, ഇനി റോസ്റ്റ് ചെയ്യുമ്പോ സെറ്റ് ആയുള്ളൂ. പൊളിച്ചിട്ടൊക്കെ പന്നി. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ പെനോയിലാണുള്ളത്, ഫുള്ള് പെനോയില്. ഞാനൊന്നൊരു 30 ലിറ്ററോളം ഉണ്ടാക്കിയിരുന്നു പെനോയില്. ഞങ്ങളുടെ പെനോയിലിന്റെ അളവ് കാട്ടിയരാട്ടാ. ചെറുത് തൊട്ട് വലുത് വരെ ഉണ്ട് ഞങ്ങളുടെ പെനോയില് കേട്ടാ. ചെറിയ പെനോയില്, ഇത് കുഞ്ഞ പെനോയിലുണ്ടാ 1/2 ലിറ്ററിന്റെ. ഇത് 1 ലിറ്ററിന്റെ പെനോയില് കേട്ടാ. ഇത് 1 ലിറ്ററിന്റെ പെനോയില്. ഇത് 1.5 ലിറ്ററിന്റെ പെനോയില് കേട്ടാ. ഇത് 1.5 ലിറ്ററിന്റെ പെനോയില്. ഇത് 2 ലിറ്ററിന്റെ 2.25 ലിറ്ററിന്റെ പെനോയില് കേട്ടാ. ഇത് 2.25 ലിറ്റർ. ഇത് 1.5 ലിറ്റർ. ഇത് 1 ലിറ്ററിന്റെ പെനോയില്. 1/2 ലിറ്ററിന്റെ പെനോയില് കേട്ടാ. എന്തുട്ട മഴ, ഇടുമഴ. എന്തുട്ട മഴ. ഉച്ചയ്ക്ക് 2 മണി, മഴയോട് മഴ. മഴയത്ത് നടക്കുന്ന ടാസ്കുകൾ. അപ്പോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ നമുക്ക് 8 മണിക്ക് കാണാട്ടാ എല്ലാ ദിവസവും. ഓക്കെ, രാത്രി 8 മണിക്കിട്ടാ. ഓക്കെ.